ഹല്ലേലൂയ. നമ്മുടെ കാര്യം ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. ഈ സഭയുടെ സ്ഥാപകനായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പാസ്റ്റർ റോയി അവർകൾ, അതുപോലെ തന്നെ സഭാ പാസ്റ്റർ ജെയിംസ് പാസ്റ്റർ, മറ്റ് രണ്ട് ദേവദാസന്മാർ, ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് പകലിൽ ഈ ആലയത്തിലേക്ക് കടന്നു വരണമെന്നുള്ളത് കർത്താവിന്റെ ചില മാസങ്ങൾക്ക് മുമ്പ് എന്നോട് അറിയിച്ചതാണ്. ഈ സഭയുമായി ഞാൻ 2 മാസത്തിന് മുമ്പാണ് ഈ സഭയുമായി ചേർന്ന് നിൽക്കുവാനിടയായി തീർന്നത്. ഇളമ്പൽ കോട്ടോട്ടം മുക്കിൽ ഒരു വേല തുടങ്ങുമ്പോൾ ആരെന്നെ കരുതും, ആരെന്നെ നിർത്തുമെന്നുള്ള ചിന്തയില്ല. കർത്താവിന്റെ അഭിഷിക്തന്മാരുടെ പ്രവചനത്തിന്റെ മുമ്പിൽ ഒരു സഭ തുടങ്ങിയതാ. എല്ലാവർക്കും സഭ തുടങ്ങുന്നുണ്ടോ, ഞാനും സഭ തുടങ്ങിക്കളയാം എന്ന് കരുതിയല്ല. ദൈവാത്മാവ് കൃത്യമായി വ്യക്തമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ തുടങ്ങുവാനിടയായി തീർന്നത്. എൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഏകദേശം 8 മാസത്തോളം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളായിരുന്നു. 8 മാസത്തിന് ശേഷമാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി കടന്നു വരുവാനിടയായി തീർന്നത്. കൃപയാൽ ഇന്ന് ഏകദേശം 10-20 പേരോളം ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവ പട്ടണത്തിനകത്ത് ഭാഗ്യം തന്നു. പലരും എന്നോട് ചോദിച്ചു, ഇത്രയധികം പെന്തക്കോസ്ത് സഭകൾ ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഇടയിൽ വന്ന് എന്തുകൊണ്ടാണ് സഭ നടത്തുന്നത് എന്ന് ചോദിച്ച പലരുമുണ്ട്. പക്ഷെ അവരോട് എനിക്ക് ഒറ്റ വാക്കി മറുപടി പറയുവാനുള്ളൂ, യേശുക്രിസ്തുവാകുന്ന കടലിൽ ഞാനും ഇറങ്ങിയിരിക്കുകയാണ്. കടൽ വിവിധ മേഖലകളിൽ വിവിധ പേരുകളാൽ അറിയപ്പെടുന്നത്. പക്ഷേ യേശുക്രിസ്തു ആകുന്ന കടലിൽ ഞാനും ഇറങ്ങിയിരിക്കുന്നു. എന്റെ വലയിൽ കിട്ടുന്നത് മാത്രം മതി എന്ന് പറയുവാനിടയായി തീർന്നു. കൃപയാൽ ചിലരെയൊക്കെ ഒരുക്കിയെടുത്ത് ദൈവസഭയ്ക്കകത്ത് കയറ്റി അവരെയൊക്കെ അവൻ മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് ഇന്നും ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. അത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കൊരു കാര്യം പാസ്റ്റർ പറഞ്ഞതുപോലെ ദൈവ മക്കൾക്ക് കൈ നിറയെ കൊടുക്കണം. എൻ്റെ ഒരു ശീലമാണ്, കൈ നിറയെ കൊടുക്കണം. അതുപോലെ തന്നെ വയറ് നിറച്ചെന്ത് ചെയ്യണം, ഭക്ഷണം കൊടുക്കണം. ഹല്ലേലൂയ. അതാണ് ഞാൻ കഴിച്ചില്ലെങ്കിൽ പോലും എൻ്റെ ഒരു സ്വഭാവം അതാ. അത് ഇന്ന് വരെയും ചെയ്യുവാൻ ദൈവം ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾ ഇവിടെ ഇരുന്നു പോകും. അതുകൊണ്ട് നമ്മുടെ സമയം മുന്നിലില്ല. അതുകൊണ്ട് വേഗത്തിലൊരു ഭാഗ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കണം. കണ്ണുകളുടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വായിച്ച വചനം അങ്ങടേതാണ്, ഇടിനും അങ്ങടേതാണ്. കേൾവിക്കാരാകുന്ന എല്ലാ ദൈവജനത്തെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനത്തിന്റെ ജനത്തിന് വിളമ്പിക്കൊടുക്കത്തക്ക വിധത്തിൽ അടിനെ ഉപയോഗിക്കണമേ. യേശുപാതി മോശെ തിരഞ്ഞെടുത്ത് മിസ്രൈമിലേക്ക് അയച്ചപ്പോൾ മോശെ നീ പോയിക്കൊള്ളുക, അവൻ മിസ്രൈമിനോട് സംസാരിക്കേണ്ടത് നിന്റെ നാവിലിരുന്ന് ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞ വചനത്തിന്റെ അധികാരം ഇന്ന് പകലിൽ അടിയുടെ നാവിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി, ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി, ഞങ്ങളുടെ രോഗസൗഖ്യത്തിന് തടസ്സമായി, ഞങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് തടസ്സമായി വ്യാപരിച്ചുയരുന്ന സകല ഇരുട്ടിന്റെ അധികാരങ്ങൾ, ദേശാധിപതിയുടെ ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുക്കി വെട്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഇവിടെ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ച ഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇന്ന് പകലിൽ ഞാനടക്കമുള്ള ദൈവമക്കളാകുന്ന നമ്മൾ എല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിച്ചു കാര്യം നേടാൻ വേണ്ടി വന്നിരിക്കുന്നവരാ.
അങ്ങനെയാണെങ്കിൽ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കണ്ട എന്നൊരു ചിന്തയിൽ ആരും വന്നിട്ടില്ല. നമ്മളെല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വന്നവരാ. അപ്പോസ്തലനാകുന്ന പൗലോസ് റോമയിലുള്ള വിശുദ്ധർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, സഹോദരന്മാരെ. ഞാൻ ചിന്തിച്ചു, കർത്താവേ, പൗലോസ് ന്യായമായും പറയേണ്ടത് സഹോദരി സഹോദരന്മാരെ എന്നല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് സഹോദരന്മാരെന്ന് മാത്രമുള്ള പദം അവിടെ ഉപയോഗിക്കുവാനുണ്ടായ കാരണം? പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് യഹൂദ പശ്ചാത്തലം അനുസരിച്ച് സ്ത്രീകളുടേതായിരിക്കുന്ന കടക്കുകൾ അവരെടുക്കാറില്ല. അതിന്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 20-21 വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി നമുക്ക് കാണുവാനിടയായി തീരും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു കർത്താവ് ഒരു വലിയ ക്രൂസൈഡ് നടത്തി. അതിന്റെ സമാപന ദിവസമായപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി എന്ന് പറഞ്ഞപ്പോ ശിഷ്യന്മാർ പറഞ്ഞു, ഈ ജനം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞു വിടണം. കർത്താവ് പറഞ്ഞു, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഒരു ശിഷ്യൻ പറഞ്ഞു, ഞങ്ങളുടെ മക്കൾ 5 യബത്തപ്പമുണ്ട്, 2 മീനുമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, മതി, അതിങ്ങ് കൊണ്ടുവാ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പമുണ്ടെന്ന്. അപ്പോ ബാലന്റെ കയ്യിൽ 5 അപ്പം ഉണ്ട് എന്ന് ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, അവൻ സുവിശേഷം കർത്താവിൽ നിന്ന് കേൾക്കാൻ വന്ന മുഴുവൻ ജനത്തിന്റെ ഇടയിൽ ഒരു ബാലന്റെ കരങ്ങളിൽ മാത്രം 5 അപ്പവും 2 മീനും ഉണ്ട് എങ്കിൽ അവന്റെ മാതാവോ പിതാവോ അവൻ വിശക്കാതെ ഭക്ഷിക്കുവാൻ വേണ്ടി കൊടുത്തയച്ചതാ. പക്ഷേ യേശുവിന്റെ വാമൊഴിയിൽ അവൻ മുഴുകിക്കൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുവാൻ മറന്നുപോയി എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഞാനിവിടെ വന്നപ്പോൾ ചിന്തിച്ച നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുക, കുഞ്ഞുങ്ങളൊക്കെ. ഹല്ലേലൂയ. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ പോയപ്പോ ഒരു സഹോദരി വിലങ്ങ കൊച്ച കൊണ്ടുവന്നിരുത്തി. ബാഗ് തുറന്നു. ഞാൻ കരുതി ബൈബിൾ എടുക്കാനായിരിക്കും. ബാഗ് തുറന്നിട്ട് ഒരു AC പിടിച്ച് മുമ്പിൽ വെച്ചു. കുഞ്ഞുങ്ങൾ കളിക്കുന്ന AC. അത് കഴിഞ്ഞിട്ട് ഒരു ടിപ്പർ. ഹല്ലേലൂയ. അങ്ങനെ ചില സാധനങ്ങൾ ഞാൻ ഒത്തിരി നേരം നോക്കി നിന്നു. ഹല്ലേലൂയ. ഇത് കളിക്കളമല്ല, മറിച്ച് ദൈവത്തെ ആരാധിക്കേണ്ട ആരാധനമിടുക. അത് ഭക്തിയോടും ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തെ ആരാധിക്കേണ്ടത് ആവശ്യമായിരിക്കുക. സ്തോത്രം. അപ്പോ അപ്പം വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്ത് ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. 20-21 വാക്യം വായിക്കുമ്പോൾ, അപ്പം ഭക്ഷിച്ചവരുടെ കണക്കെടുത്തപ്പോൾ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ പുരുഷന്മാർ മാത്രം 5000 പേരായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർത്ത്. പൗലോസ് പറയും, എന്റെ അല്ല, എന്റെ ദൈവത്തിന്റെ മനസ്സാണ് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബോധം വരുത്തുക എന്നാണ് അർത്ഥം. ഈ ബോധവൽക്കരണം നടത്തുമ്പോൾ അതിനകത്ത് ചില ശാസനകളൊക്കെ കയറി വന്നേക്കാം. കുഞ്ഞെ, നീ വൈഷമ്യം കൊണ്ടിരിക്കരുത്, അത് നിന്റെ നല്ലതിനാണെന്ന് നീ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. എന്താ പൗലോസേ, നീ ബുദ്ധിയുള്ള ആരാധനയായി എന്ന് എടുത്തു പറയുവാൻ കാരണം, ലോകത്ത് നിരവധി മ്ലേച്ഛമാകുന്ന ആരാധനയുടെ കാണും. പക്ഷെ ഒരു ദൈവ പൈതൽ ആരാധന തിരഞ്ഞെടുക്കുമ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധനയുടെ വേണം തിരഞ്ഞെടുക്കുവാൻ. അതിനാണ് അവിടെ പ്രശസ്തി. സ്തോത്രം, ഹല്ലേലൂയ. ഞാന് ഇന്നലെ മെനഞ്ഞാന്നും ഒക്കെ ഇങ്ങോട്ട് വരുമല്ലേ, പ്രാർത്ഥിച്ചേക്കാം. ഹല്ലേലൂയ. അല്ലാതെ പ്രാർത്ഥിക്കാതിരിക്കുന്നവരല്ല. കാരണം ഒരു കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലിപ്പ് കണ്ടായിരുന്നു. പുലിമടയാണ്, പുലിമടയല്ലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്തോത്രം. കെ എബ്രഹാം പാസ്റ്റർ എടുത്ത് പറഞ്ഞത്, ഹല്ലേലൂയ, സിംഹക്കുട്ടി പുലിമടയിലാ വന്നേക്കുന്നേ. ഹല്ലേലൂയ. അപ്പൊ ഞാനും പുലിമടയിലൊക്കെ വന്നേക്കുന്നത്. സ്തോത്രം. അപ്പൊ എന്തെങ്കിലും ഇല്ലാതെ ഇങ്ങോട്ട് വന്ന ഇയാൾ ഇവിടുത്തെ വാസന നിങ്ങളും എന്താ? സ്തോത്രം, ഹല്ലേലൂയ. അല്ലേ? എനർജി പവറോടിരിക്കുന്നത്. എനിക്ക് ഈ എനർജി പവർ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ആത്മീയഗുരു എന്നോട് പറഞ്ഞിരിക്കുന്നത്, നിന്റെ പ്രസംഗത്തിന് ആരെങ്കിലും ഉറങ്ങുന്നെങ്കിൽ അപ്പോഴേ മൈക്ക് താത്ത് വെച്ചോണം. ഞാൻ എവിടെ പോയാലും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഒരു സ്തോത്രത്തിന് 3 ഗുണമുണ്ട്. ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയാമോ?
നിങ്ങളൊരു സ്തോത്രം ആത്മാർത്ഥമായി പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങത്തില്ല. സ്തോത്രം. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ഞാനാകട്ടെ, റോയ് പാസ്റ്റർ ആകട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരുമാകട്ടെ, അവർക്ക് ഒരു ഗ്ലാസ് ബൂസ്റ്റ് കൊടുക്കുന്നതിന് തുല്യം ഒരു എനർജി പവറാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്തോത്രം ആത്മാർത്ഥതയായി പറഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപത്തിൽ ഒരു കോയിനുകൂടെ വീഴും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളെ പോലുള്ള ദേവദാസന്മാര് പറയുന്നത് അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് പകലിൽ ആർക്കെങ്കിലും എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ള ചിന്തയോടെ ഈ ആലയത്തിന്റെ അകത്തളങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായ ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, നിന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോ നിർത്തുമെന്നും പറയാൻ പറ്റത്തില്ല. കർത്താവിന്റെ ആ സമയം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമയത്തിന് പിടിച്ചു നിർത്തും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഒരു ദൂത് ബ്രേക്ക്ഫാസ്റ്റോട് എങ്ങനെ അറിയിച്ചിട്ട് ബാക്കി മുന്നോട്ട് പോവാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ചൊരു വെളിപ്പാട് പറയാം. ഹല്ലേലൂയ. ഈ ഏനാത്ത് പട്ടണം കർത്താവിന്റെ ദാസന്റെ കരങ്ങളിൽ തന്നിരിക്കുക. ഒന്ന് തീർന്നില്ല, സ്തോത്രം പറയാൻ വരട്ടെ. അഴൂരൊരു ടിയോടെ കൊടുത്തെങ്കിൽ, കൊട്ടാരക്കര ഒരു ടിനുവിന്റെ കൈ കൊടുത്തെങ്കിൽ, ഈ ഏനാത്ത് പട്ടണം റോയ് പാസ് വഴി കൊടുത്തിരിക്കുക. ചില വാഹനങ്ങൾ പിടിച്ചല്ല, ഈ സഭയ്ക്കകത്തുനിന്ന് അവ ട്രംബോ ട്രാവൽ പോലുള്ള ചില വാഹനങ്ങൾ പറഞ്ഞയച്ചിട്ട് ആളിനെ എടുത്ത് ആരാധനയ്ക്ക് കൊണ്ടുവരത്തക്ക പ്രാപ്തിയാക്കി ഈ സഭയെ ഏനാത്ത് പട്ടണത്തിനകത്ത് മാനിക്കുമെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തിയ. തീർന്നില്ല, ഒന്നും കൂടെ പറയാം. ചില രാഷ്ട്രീയ പ്രകടനമൊക്കെ കഴിയുമ്പോൾ റോഡുകൾ ബ്ലോക്ക് ആകുന്നത് പോലെ റോയ് പാർസേന്റെ ആരാധന കഴിഞ്ഞ് ജനമിറങ്ങുമ്പോൾ ട്രാഫിക് പോലീസുകാർ നിന്ന് നിയന്ത്രിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ പട്ടണത്തിനകത്ത് വെളിപ്പെടും. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞു. ആമേൻ. ചിന്തയുണ്ടോന്ന് എനിക്ക് കർത്താവിനോട് പറഞ്ഞ്, ചില ഓർഫനേജുകൾ സ്ഥാപിക്കുന്നത് പോലെ, ആരുമില്ലാത്ത ചിലരെ എടുത്ത് സംരക്ഷിക്കുന്നത് പോലെ ചില ദൈവപ്രവൃത്തി ദാസനെ നിന്നിൽ കൂടി ചെയ്തെടുക്കുമെന്ന് ദൈവാത്മാവ് വ്യക്തമാക്കുകയാണ്. എന്നോട് തീർന്നില്ല എന്ന് പറഞ്ഞ് ചില സമൂഹ വിവാഹം എന്നതുപോലെ കർത്താവിന്റെ കരക്കീഴിൽ, അവൻ ദേവദാസന്റെ കരക്കീഴിൽ അവൻ ചേർന്ന് ചില സമൂഹ വിവാഹങ്ങൾ നടത്തിയെടുക്കത്തക്ക വിധത്തിൽ ദൈവം പ്രാപ്തനാക്കി പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ നമ്മളിവിടെ വായിച്ച് പ്രസംഗിച്ച് നിർത്തിയ ഭാഗം, അവൻ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. ജീവന്റെ കാര്യം പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ഉം 4-ഉം വായിച്ചാട്ടെ. ഒരാള് വായിച്ചു മക്കളെ. സ്തോത്രം. കുറെ കാലം കഴിഞ്ഞിട്ട് കയീനും ആബേലും യഹോവയാകുന്ന ദൈവത്തിന് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഈ കയീനും ആബേലും എന്ന് പറയുന്ന വ്യക്തി ജീവിതങ്ങൾ ആദ്യ മനുഷ്യരായിരിക്കുന്ന ആദം ഔവ്വ ദമ്പതിമാരുടെ പുത്രന്മാരാണ്. ഇവർ സഹോദരങ്ങളാണ്. ഇവർ രണ്ടുപേരും ഒരു ദിവസം തീരുമാനിച്ചു, യഹോവയാകുന്ന ദൈവത്തിന്റെ അടുക്കൽ ഞങ്ങൾക്കൊരു യാഗമായി എത്തണം. അങ്ങനെ കയീന്റെ ജോലി എന്ന് പറഞ്ഞാൽ നിലത്തെ പണിക്കാരൻ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനാ. അവന്റെ ഹരിയനായിരുന്ന ഹാബേലോ ആട്ടിടയനുമായിരുന്നു. അങ്ങനെയെങ്കിൽ രണ്ടിൽ നിന്നും അവൻ മേൽത്തരമായത് യഹോവയാകുന്ന ദൈവത്തിന് ഈ യാഗം അർപ്പിക്കുവാൻ കൊണ്ടുവന്നു. പക്ഷെ രണ്ടുപേര് ഈ യാഗം കഴിച്ചു. പക്ഷെ ഹാബേലിലും അവന്റെ യാഗത്തിലും യഹോവയാകുന്ന ദൈവം പ്രസാദിച്ചു. ഞാൻ ചോദിച്ച കർത്താവേ, ഇവർ രണ്ടുപേരും ഒരു മാതാപിതാക്കളുടെ മക്കളല്ലേ? അവർ ജ്യേഷ്ഠനനിയന്മാരല്ലേ? പിന്നെ എന്തുകൊണ്ട് നിന്റെ സന്നിധിയെ കർത്താവേ നീ ഭംഗിപക്ഷം കാണിച്ചു? ഒരുവന്റെ യാഗത്തിൽ മാത്രം നീ പ്രസാദിക്കുവാൻ കാരണമെന്താ? കർത്താവ് എന്നെ മനസ്സിലാക്കി തന്നത് ഇങ്ങനെയാണ്.
ഹാബേൽ ജീവനുള്ള ഒന്നിനെയാണ് യാഗമായി അർപ്പിച്ചത്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമായി ജീവനുള്ളതിനെ ഒന്നിനെയാണ് അവൻ യാഗമായി കൊണ്ടുവന്നത്. ജീവനുള്ള ഒന്നിനെ യാഗമായി കൊണ്ടുവന്ന് യാഗമർപ്പിച്ചപ്പോൾ അവന്റെ യാഗത്തിൽ യഹോവയാകുന്ന ദൈവം പ്രസാദിച്ചപ്പോൾ യാഗം കഴിക്കാത്ത, ഉപവസിക്കാത്ത, പ്രാർത്ഥിക്കാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് അസൂയ തോന്നും. അവന്റെ മുഖം പാടും. നീ ഉപസിച്ച്, നീ പ്രാർത്ഥിച്ച്, നീ കൂട്ടായ്മയിൽ കൂടി നീ കൊടുക്കേണ്ടത് കൊടുത്ത് നിൽക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ ചില നന്മകൾ എന്റെ കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോൾ, ഹല്ലേലൂയ, ഇത് ഉപസിക്കാത്ത, പ്രാർത്ഥിക്കാത്ത, കൂട്ടായ്മ കൂടാത്ത, കൂട്ടായ്മയ്ക്ക് കൊടുക്കാത്ത വ്യക്തി ജീവിതങ്ങളുടെ മുഖം പാടും. അത് അവരുടെ കുറ്റമല്ല. സ്തോത്രം. നിന്നെ എങ്ങനെയെങ്കിലും തകർത്ത് കളയുവാനാ. എന്റെ മൂത്ത മകൻ ഇന്നലെ പോലെ ഞാൻ ഓർക്കുക, ഇന്നലെ ഞങ്ങൾ പറഞ്ഞു, IT കോളേജിൽ പഠിക്കുമ്പോ അവിടുന്ന് എല്ലാം കാശുകാരുടെ മക്കളാണ് പഠിക്കുന്നത്. 4 ദിവസത്തെ ടൂർ പ്രോഗ്രാം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞ് എനിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ, ഒരു നിവൃത്തി നമ്മുടെ പക്കൽ ഇപ്പോൾ ഇല്ല, ഞാൻ പ്രാർത്ഥിക്കാം. അവിടെ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മോനെ, അവർ ഈ 4 ദിവസം കൊണ്ട് കറങ്ങി തിരിഞ്ഞിങ്ങി വരും. അവർ നോക്കി നിൽക്കുമ്പോ അവിടെ തലയ്ക്കും മേളിൽ കൂടെ തമ്പുരാൻ നിന്നെ പറത്തിക്കൊണ്ടുപോയി ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് മേഖലയിൽ നിന്നെ കാണിക്കും. നീ ധൈര്യമായിട്ട് ചുമ്മാ പറഞ്ഞു വിട്ടതാ. പക്ഷേ അറിയാമോ, ദൈവം ദുബായിയുടെ മണ്ണിലേക്ക് ഏറെ താമസിക്കാതെ വഴികൾ തുറന്നു. ലോകത്തിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് മേഖല അവന് ഒരുപാട് വട്ടം പോയി. ഞാൻ പറഞ്ഞ കാരണം ദൈവം നടത്തുന്ന വഴികളാണ്. ഉപവാസവും പ്രാർത്ഥനയും ഭവനത്തിൽ നടക്കുമ്പോ, ഹല്ലേലൂയ, ആമേൻ, പിശുക്കാതെ ദൈവമക്കൾക്ക് കൊടുത്തതിന്റെ ഫലമാ എന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന നന്മ. സ്വതന്ത്രം പിശുക്കാതെ കൊടുക്കണം. പിശുക്കാതെ സ്വത്രാഴ്ച വേണം. ഞാൻ ഇതിനു മുമ്പ് ഒരു സജ്ജി പോയപ്പോ സ്വത്രാഴ്ചയുടെ തല മാറി എന്ന് പറഞ്ഞു. പക്ഷേ സ്വത്രാഴ്ചയുടെ തല മാറി 10 രൂപ മാറ്റി ഇപ്പൊ 20 ആക്കി എന്ന് പറഞ്ഞു. ഇവിടെ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. ഈ 10 രൂപയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഞാനിതിവിടെ പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിന് സമയമില്ല പറയാൻ. ഹല്ലേലൂയ. അപ്പോ ഹാവേലിലും അവന്റെ യാഗത്തിലും യഹോവയാകുന്ന ദൈവം പ്രസാദിച്ചു. അത് ജീവനുള്ള യാഗം. അടുത്തത് ജീവനും വിശുദ്ധിയും. വിശുദ്ധിയുടെ കാര്യം പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 9 തുടങ്ങി താഴോട്ട് ഓടിച്ചൊന്ന് വായിച്ചു വിട്ടേ മക്കളെ. അവൻ അവനോട്, 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന ഭാഗങ്ങളെ പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭൂമിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി അടിമജോലി ചെയ്യും. മതി. സ്തോത്രം. ഹല്ലേലൂയ. ഇത്ര വായിപ്പിച്ചെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 9 തുടങ്ങി താഴോട്ട് നമ്മൾ വായിച്ചത്, നീ 3 വയസ്സുള്ളൊരു ആട്ടുകുറ്റനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും ഒരു പ്രാവിനെയും കുറുപ്രാവിനെയും എനിക്ക് യാഗം കഴിക്കണമെന്ന് യഹോവയാകുന്ന ദൈവം അബ്രഹാം പിതാവിനോട് പറഞ്ഞു. എന്തിനെന്ന് ചോദിച്ചാൽ അബ്രഹാമിനോട് പറഞ്ഞു, നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണലുകളെ പോലെ നിലത്തെ പൊടി പോലെ സന്തതിയെ വർദ്ധിപ്പിച്ച് തരണമെങ്കിൽ നീ ഈ യാഗം അർപ്പിക്കണം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുവാ. നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താ? എപ്പോഴും കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു അനുഭവം. എന്നാൽ ദൈവം പൈതലെ നിന്നെ എടുത്തു പഠിച്ചാൽ ഒരു വ്യക്തത കാണുവാൻ പറ്റും. നീ ഏത് 10,000ങ്ങളുടെ നടുവിൽ നിന്നാലും ഒരു ദൈവ പൈതലാണെങ്കിൽ അവന് എടുത്തറിയത്തക്ക വിധത്തെ തേജസ് കൊണ്ട് ദൈവം അലങ്കരിക്കുവാനിടയായി തീരും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എപ്പോഴും സ്തുതിക്ക് സ്തോത്രം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന വ്യക്തി ജീവിതങ്ങളാ. കടൽക്കരയിലെ മണല് യഹൂദനെയാണ് അവിടെ കുറിക്കുന്നത്. എന്താ മണലിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഓരോ തിരമാലകളും അലയടിച്ച് വരുമ്പോൾ ഈ മണൽ ശുദ്ധീകരണം പ്രാപിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അബ്രഹാമിനോട് പറഞ്ഞത് ഇതാണ്, നീ 3 വയസ്സുള്ള ആടുവിനെയും 3 വയസ്സുള്ള കോലാടിനെയും 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും പ്രാവിനെയും കുറുപ്രാവിനെയും നീ എനിക്ക് യാഗമായി സമർപ്പിക്കണം.
അബ്രഹാം ആടിനെയും കോലാടിനെയും പശുക്കിടാവിനെയും ഒക്കെ പിളർന്നു. പ്രാവിനെ കുറും പ്രാവിനെയും അവൻ അബ്രഹാം പിളർന്നില്ല. ഇത് യഹോവയാകുന്ന ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധ യാഗമല്ലാകയാൽ ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വന്നു. അവനൊരു ഗാഢനിദ്ര വന്നു. സ്തോത്രം. അബ്രഹാമിനോട് സംസാരിച്ചു കർത്താവ്, അബ്രഹാമേ, നീ ഇത് ചെയ്തത് കൊണ്ട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി ജോലി ചെയ്യും. അതാ ഇസ്രായേൽ ജനം, അബ്രഹാമിന്റെ കൊച്ചുമക്കളായിരിക്കുന്ന ഇസ്രായേൽ ജനം മിസ്രൈമിൽ 400 സംവത്സരം അടിമ ജോലി ചെയ്യേണ്ടത് വന്നതെന്തെന്ന് ചോദിച്ചാൽ അവരുടെ പിതാവായിരിക്കുന്ന മുത്തശ്ശനായിരിക്കുന്ന വല്യപ്പച്ചൻ യാഗത്തിൽ പിഴവ് കാണിച്ചത് കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യ, നീ ഏത് യാഗം നടത്തുന്നു എന്നുള്ളത് കാര്യമല്ല, ദൈവത്തിന്റെ മുമ്പാകെ നിന്റെ യാഗം എങ്ങനെയുള്ള യാഗമാണെന്നോ മുകളിൽ ഒരുവരിപ്പുണ്ട്, അവൻ നല്ലവണ്ണം ആരാഞ്ഞറിയും. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ യഹോവയാകുന്ന ദൈവം സ്വർഗത്തിലിരുന്നു മനുഷ്യപുത്രന്മാരെ നോക്കുകയാ. നിന്റെ നടപ്പ്, നിന്റെ ഇരിപ്പ്, നിന്റെ ചിന്ത, നിന്റെ കൊടുക്കൽ വാങ്ങൽ സകലതും വീക്ഷിക്കുന്ന ഒരു നല്ല കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എബ്രഹാമേ, ദൈവാത്മാവ് ഇങ്ങനെ ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുക. അവൻ ചടപെടാന്ന് എന്ന് പറഞ്ഞാൽ തിടുക്കത്തോടെ ഒരു ഭവനത്തിന്റെ കെട്ടുപണി കർത്താവിന്റെ ദാസനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുമെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തും. നാളുകളായി നീ ചോദിക്കുന്ന ഒരു വിഷയമാ, കർത്താവേ എന്നാ എനിക്കൊരു അവസരമെന്ന് ദൈവാത്മാവ് പറയുന്നു. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി തമ്പുരാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തെ വാർത്തെടുക്കത്തക്ക വിധത്തിൽ തന്റെ ദാസനെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുമെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുക. കുറിച്ചു വെച്ചോ, ഭവനത്തിന്റെ പണി സ്റ്റെപ്പ് വെക്കുമ്പോ ചില സ്പോൺസറുകൾ വെളിപ്പെട്ട് വരും. അത് ഏറ്റവും അനുഗ്രഹപ്പെട്ടതായിരിക്കുമെന്നും ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണ്? എന്നോടൊരു ദൂത് പറഞ്ഞാൽ ഞാൻ പൊട്ടനെ പോലെ വിശ്വസിക്കും. എന്നോടൊരു ആലോചന ഒരാളോട് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളിന്റെ വിശ്വാസം എനിക്ക് വേണ്ട. ഇന്ന് മരിച്ച് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവദാസൻ സിഒ യാക്കോബ് എന്ന് പറയുന്ന എൻ്റെ മൂത്ത മകനെ സ്നാനപ്പെടുത്തിയ അദ്ദേഹം ബാംഗ്ലൂരാണ്, ഏജോടുള്ള ബന്ധത്തിലാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം നമ്മുടെ കടമ്പനാടാണ്. ഹല്ലേലൂയ. അദ്ദേഹം അലിമുക്ക്, അത് പുനലൂർ അലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ കടന്നു. അപ്പോൾ എൻ്റെ വിശ്വാസ ജീവിതത്തെ സ്റ്റെപ്പ് അപ്പ് ആദ്യ കാലഘട്ടം എനിക്ക് ഇദ്ദേഹത്തെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ വെമ്പല് കൊള്ളുക. ഞാൻ പ്രസംഗം വെച്ച് ആടി സ്റ്റേജിൽ കയറി അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് മുഴക്കാൻ മടക്കിയിരുന്നു. കർത്താവിന്റെ ദാസൻ ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം. എൻ്റെ ഓർമ്മയായ നാൾ മുതൽ അന്ന് മുതൽ വേറെയുള്ള കാര്യങ്ങൾ പടപടപടപടാ എന്ന് പറയുവാനിടങ്ങി. അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, നീ എൻ്റെ ദൈവത്തിന്റെ പെട്ടകം ചുമക്കുവാൻ എൻ്റെ കർത്താവ് ഇതിനെ കണ്ടിരിക്കുക. അതുകൊണ്ടാണ് നീ കാശുണ്ടാക്കാവുന്ന ആ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് അവിടെല്ലാം നീ പരാജയപ്പെട്ടു പോയത്. സ്തോത്രം. ഹല്ലേലൂയ. പൊട്ടനെ പോലെ ഇറങ്ങിയതാ. ഹല്ലേലൂയ. പക്ഷേ എന്നോടൊരു കാര്യം പറഞ്ഞു, നീ വിശ്വസിച്ച് എന്ത് അറിയിക്കുന്നോ അത് എൻ്റെ ദൈവം ചെയ്തെടുക്കും. സ്തോത്രം. ഞാനൊരു ദൂത് ദൈവം പറയുമ്പോൾ ഇത് എൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങ് സ്വീകരിക്കും. ഹല്ലേലൂയ. അവൻ കഴിഞ്ഞ 7 ദിവസം വസപ്രാർത്ഥനയ്ക്ക് കർത്താവദാസൻ റോയ് പാസ് എൻ്റെ മൂത്ത മകനെ കുറിച്ച് ഒരു ആലോചന പറഞ്ഞു. കർത്താവദാസൻ അറിയാം. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ അത് പറഞ്ഞത്, അവന് ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നു. ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ അതുപോലെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചതല്ല, പക്ഷെ അങ്ങനെ പറഞ്ഞു. ഉപവാസ സമാപനമായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, റോയ് പാസ് എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, നിന്റെ വിശേഷം പറ, അത് പിന്നെ പറയാം. സ്തോത്രം. എന്നാലും പറയപ്പാ, എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, ഇന്നതൊരു സംഭവം പറഞ്ഞ, നിനക്ക് ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഈ കമ്പനിയുടെ ഉത്തരവാദിത്വം പുള്ളി എന്നെ ഏൽപ്പിച്ചേക്കുക. സ്തോത്രം. സാലറി വർദ്ധിപ്പിച്ച്, കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പ്രാർത്ഥന നമ്മൾ വലിയ താമസമില്ലാതെ വീട്ടിൽ നടക്കും. സ്തോത്രം. എനിക്കങ്ങനെ എന്ത് ദൈവം തന്നാലും എൻ്റെ ഒരു നന്ദി എന്ത് വേണം? ഹല്ലേലൂയ. സ്തോത്രം. നന്ദി. ഇപ്പൊ നമ്മളെയൊക്കെ എടുത്ത് പഠിച്ചാൽ എത്ര നന്ദി നമ്മൾ പറയേണ്ടത് മറന്നുപോയി അല്ലേ? അല്ലേ? ഉപസിച്ചു, പ്രാർത്ഥിച്ചു, ദേവദാസന്റെ സാന്നിധ്യത്തിൽ വിടുതൽ പ്രാപിച്ചു. പ്രാർത്ഥിച്ച ആളോടും ആ പ്രാർത്ഥിച്ച സഭയോടും
ഒരു നന്ദിയില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ കൂട്ടായ്മയിലല്ല, പുറത്തുള്ളവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ എപ്പോഴും നന്ദിയുള്ളവരായി നമ്മൾ നിലനിൽക്കണം. നമ്മൾ മറന്നു പോകരുത്. ആമേൻ. വിശുദ്ധിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള ഈ യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. യോബ് തന്റെ മക്കൾക്ക് ആളിന്റെ എണ്ണത്തിനൊത്തവണ്ണം യാഗം കഴിച്ചു. യാഗവസ്തു വീട്ടിൽ വളർത്തിയ കന്നുകാലിയാ. കന്നുകാലികൾ ലേവ്യ പുസ്തകത്തിലുണ്ട്, അതിലേക്ക് പോകുന്നില്ല. സ്തോത്രം. അപ്പൊ കന്നുകാലികളെ യാഗം കഴിക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്നത്, പുറത്തുനിന്ന് കൊണ്ടുവരാൻ പാടില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു ഭവനത്തെ എടുത്തു പഠിച്ച മാതാവ്, പിതാവ്, ആമേൻ, അപ്പൻ, അമ്മ, സകല കുഞ്ഞുങ്ങൾ സകലത് ചേർന്നിരുന്ന് ദൈവത്തെ ഉയർത്തണം. അതിനകത്ത ദൈവം പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അടുത്ത രണ്ടാമത്തെ വാക്യം: ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ പിന്നെ ഏത് ലോകത്തിന് നമ്മൾ അനുരൂപരാകണ്ടേ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ചു കിട്ടും. മതി. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ക്രിസ്തു. സ്തോത്രം. അപ്പൊ സകലമെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, അതാണ് നമ്മളെ. അതാണ് പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാ. ഇവിടെ നമുക്ക് പൗരത്വമുണ്ട്, ആധാർ കാർഡും അല്ലേ, തിരിച്ചറി കാർഡും അതൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതും കൊണ്ടൊന്നൊക്കെ മേപ്പോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സോ നമ്മൾ വിധിക്കുന്ന ചിലരൊക്കെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഒരു സമയത്തന്നെ കൂടി നടക്കുമ്പോ ചിലരോട് ഇഷ്ടമല്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം: നമ്മളെല്ലാം സ്വർഗത്ത് പോകാനാണ് അധ്വാനിക്കുന്നത്, സ്വർഗത്ത് പോകാനുള്ള പ്രത്യാശയോടെ ഇരിക്കുക. നമ്മളെല്ലാം മരണപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഇവളെങ്ങനെ ഇവിടെ എത്തി ഇല്ലേ? എന്നിട്ട് അടുത്ത പദം പറയും, ഞാൻ പ്രതീക്ഷിച്ചവരാരും ഇവിടെ ഇല്ലല്ലോ. അല്ലേ കുഞ്ഞെ? നമ്മൾ പ്രതീക്ഷിക്കുന്നവരാരും ഇവിടെ കാണില്ല. അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെന്ന്, അതിന് വിശ്വാസ ജീവിതം നയിക്കണം, വിശുദ്ധിയോടെ ഓടണം. ഹല്ലേലൂയ. അത് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ജീവിച്ചിരിക്കെങ്കിൽ മാത്രമേ ഒരാൾക്ക് നന്മ ചെയ്യാൻ പറ്റൂ. ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോണമെന്നേ. ഞാൻ ഈ തീരപ്രദേശത്ത് പ്രവർത്തിച്ചതാ 10-12 വർഷം. കൊല്ലം, ബാടി, കടപ്പുറം, തങ്കശ്ശേരി, ശക്തികുളങ്ങര, ആ മേഖലകളിൽ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരാളെ കരുതേണ്ട വിധം എങ്ങനെയാണെന്ന്. ഹല്ലേലൂയ. ഇന്നും അവരുമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ട്. ഇന്ന് അവരെന്നോട് പറയുന്നതാ, പക്ഷേ അവിടെ ഒരു പ്രവർത്തനം തുടങ്ങണം. ഹല്ലേലൂയ. ഞങ്ങളുടെ വസ്തു അവിടെ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ കൊല്ലത്തെ മേടിക്കും. ഹല്ലേലൂയ. എന്നാലും കോട്ടട്ടമുക്കിന് സഭ വളയത്തില്ല. സ്തോത്രം. കാരണം അവിടെ കിടക്കട്ടെന്നൊരു വേല. ആമേൻ. എബ്രാത്ത ചർച്ചക്കോടിന്റെ വേല ഓരോ കൊല്ലത്തും കിടക്കട്ടെ. അത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പോയി പ്രവർത്തിച്ചാണെന്നേ. എനിക്കറിയില്ല ഞാൻ ഈ സഭയോട് ചേരുമെന്ന് ഞാൻ ചിന്തിച്ചത് പോലും അല്ല. പക്ഷെ ദൈവം കൊണ്ടുവന്നു. ഞാൻ കർത്താവദാസന് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ. അത് കർത്താവദാസൻ നേരത്തെ പറഞ്ഞു. ഞാൻ സമ്പത്ത് ചോദിച്ചില്ല, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം, ഒരാവശ്യമുണ്ടായ 10 പേരെന്ത് ചെയ്യണം? ഹല്ലേലൂയ. സ്തോത്രം. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ചെയ്യും, എനിക്കറിയാം. ആത്മാർത്ഥയാതെ അങ്ങ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ വജീലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെടണം എന്ന് പറയുമ്പോൾ മുടിയമ്പത്രന്റെ ആ ഭാഗത്തേക്കൊക്കെ പോകേണ്ടി വരും. പോകുന്നില്ല. നമുക്കൊരു വാക്യം മതി. 2 കൊരിന്ത്യർ 5-ന്റെ 7, 8, 9 വായിച്ച്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7, 8, 9. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു.
അതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ, അതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷം നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കണം. ജഡത്തിലും ആത്മാവിലും ഉണ്ട്. എല്ലാ അന്യഭാഷ അല്ല. ഹല്ലേലൂയ. എനിക്കോടൊരു 7 ദിവസത്തെ പ്രയർ നടന്നു. അവിടെ ആത്മാവിനെ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളൊക്കെ ലീഡ് ചെയ്യുന്ന ഇങ്ങനെ നിൽക്കുക. അന്ന് 3-ാമത്തെ ദിവസം അപ്പോൾ അന്ന് വന്നൊരു പയ്യൻ അവിടെ ഇരുന്നുകൊണ്ട് തകർത്ത് അന്യഭാഷ പറയുക. ഹല്ലേലൂയ. അപ്പൊ ഈ അന്യഭാഷയിൽ എന്തോ പന്തികേട് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അടുത്ത് ചെന്നു അതിന്റെ ചെവിയുടെ അടുത്തോട്ട് ഞാൻ ചെവി കൊണ്ടുവച്ചു. സ്തോത്രം. അവൻ പറയുന്നതാ പല പല മുത്തേ ബ്ലേഡ് സ്ലൈഡേ. അത് തന്നെ പറയുന്നത്. ഇത് കെട്ടുകഥ പറയുന്നതല്ല. സ്തോത്രം. അപ്പോ എല്ലാ അന്യഭാഷയല്ല, ഈ അന്യഭാഷയെ വിവേചിച്ചറിയണം. എന്താണ് പറയുന്നത്? റോയ്പാസ് ഇവിടെ ചർച്ച ചെയ്തു. ഒരു അമ്മച്ചി തീർത്ത അന്യഭാഷ പറയുന്നത് ഇളവ് ശാശ ഇങ്ങോട്ട് പറഞ്ഞപ്പോ അന്യഭാഷ പറഞ്ഞിരുന്ന ആളിങ്ങനെ ഇളവി അല്ലേ? അപ്പൊ അതെന്തൊരു അന്യഭാഷയാ? ഇവിടെ മറ്റു സഭയുടെ കാര്യമല്ല, ഞാൻ നടത്തുന്ന നമ്മുടെ സഭയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? തിരിച്ചറിയണം. അതുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും ചില കൺമഷം എന്ത് ചെയ്യണം? നീക്കണം. ഹല്ലേലൂയ. ഇവിടെ വായിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം നമുക്കുള്ള. ഏതാ വാഗ്ദത്തം? നമ്മുടെ ദൈവിക ആലോചന ഇപ്പൊ അറിയിച്ചു. ഞാനടക്കമുള്ള ദൈവദാസന്മാർ അത് തമ്പുരാൻ ചെയ്യും. അത് ദൈവത്തിന്റെ മാന്യതയാ. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാ. വായിക്കാമോ? ആ കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാതെ നിത്യമായ ഒരു ഭവനം നമുക്ക് എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി ഓടണം. പ്രിയരേ, കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോവല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവാത്മാവിനോട് പറയുക, സാമ്പത്തിക മണ്ഡലത്തിൽ വല്ലാതെ ഞെരുങ്ങിയ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സാമ്പത്തിക വിഷയത്തിന്റെ മേൽ ഒരു തീർപ്പെന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഇതിന്റെ ദാസന്റെ ജീവിതത്തിൽ വേഗത്തിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നിന്നെ ഒരു ദൂത് വാഗ്നിയെ പോലെ എൻ്റെ തമ്പുരാൻ ആമേൻ യാത്രകൾ തന്നു മാനിക്കുമെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുക. ഈ ദിവസങ്ങളിൽ ദൈവത്തെ സന്നിധി താണിരുന്നു പ്രാപിച്ചോ. നീ ഇന്നലകളിൽ ചോദിച്ചതിന്റെ കരങ്ങളിൽ ലഭിക്കാത്തതുണ്ട് എന്ന് കർത്താവ് പറയാ. അതിന്റെ പലിശ അടക്കം ഈ ദിവസങ്ങളിൽ തന്ന് മാനിക്കുവാൻ എൻ്റെ ദൈവ ശക്തനാ. ഹല്ലേലൂയ. ആമേൻ. അപ്പോ കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാൽ എൻ്റെ മക്കൾ കൂടെ വരാൻ മുടിയാണ്. കൈപ്പണിയല്ലാതെ നിത്യമായൊരു ഭവനം നമുക്ക് സ്വർഗത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആ ഭവനത്തിന് വേണ്ടി നമുക്ക് ശ്രദ്ധ വെക്കാം, അതിനുവേണ്ടി നമുക്ക് ഓടാം, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം എന്ന് പറഞ്ഞ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസന് സഭയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുവാനാകട്ടെ. ആമേൻ.